താങ്ക് യു. ഓക്കെ. പ്രണു, ഈടെ വന്നിട്ട് കുറേ നേരമായി, ഇനിയൊന്നും പറയുന്നില്ല. എന്താ? ഇതാ അയ്യേ, ഇനി ഇങ്ങനെ നോക്കുന്ന കണ്ടാലേ എനിക്കെന്താ തോന്നാന്നറിയാം. എന്താ? എനിക്ക് എന്നോട് പ്രേമാന്ന്. അത് പിന്നെ എന്താന്ന് പറ പ്രണു, എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. നീ പറഞ്ഞതാ എനിക്കെങ്കിലോ. അളിയ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, അതെങ്ങനെയാ പ്രേമാക്കുക? ഞാനൊരു തേപ്പേരിയായിട്ട് കാണണമെന്ന് എൻ്റെ ആഗ്രഹം അല്ലേ? എല്ലാരും നമ്മുടെ കാര്യം പറയുന്നത് നിനക്കറിയാന്നല്ലേ, പിന്നെ എന്തിനാ ഈ അഭിനയം? ഇനി സീരിയസ് ആക്കല്ലേ. പിന്നെ ഫ്രണ്ടിനെ ലവറായിട്ട് കാണാൻ മാത്രമുള്ള ബുദ്ധിക്കുറവ് എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുമില്ല, നിന്റെ മനസ്സിലുള്ള കാര്യം ഒന്നും അറിയാൻ വേണ്ട, ചുമ്മാ. സാരമില്ല. ഓക്കെ ഓക്കെ. 4 മണിക്ക് എനിക്ക് വേറൊരു എമർജൻസി അപ്പോയിൻമെന്റ് ഉണ്ട്. അത് ഇതിലും സീരിയസാ. വാ. ഓക്കെ. ഡി, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണ്ടേന്നു. ഇതിപ്പം വല്ലാത്ത കുടുക്കയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാ? എന്താ വന്നാ? ആ, ഇരിക്കൂ. ഇങ്ങനെ കാണണമെന്നല്ല ഞാൻ വിചാരിച്ച. ഒരുപാട് കാണാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, അതും പറ്റിയില്ല. മാനവ് വരുമെന്ന് പറഞ്ഞു ലസമ്മ. എന്നോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇയാളെ ഞാൻ ഒരാണായിട്ടാ കണ്ടത്. ഒന്നും പറയാനല്ലെങ്കിൽ. ഒരു 2 മിനിറ്റ്. ഈ വെള്ളടിച്ചെടുക്കാൻ എന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റുമോ? ഇല്ല. പോട്ടെ. ഇതാന്ന് ചോദ്യം നിനക്കറിയാനോ? പക്ഷേ പോയിക്കോളൂ. പിന്നെ ആ പക്ഷി എന്താന്ന് എനിക്കറിയണം. വേണ്ട, അതറിഞ്ഞ മന്നന് ഇഷ്ടാവൂല. അത് മറ്റാരും അറിയുന്നത് എനിക്കിഷ്ടമല്ല. അല്ലേലും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്തിനാ മാനോട് പറയുന്നത്? ചില പ്രശ്നങ്ങൾ ചിലരോട് മാത്രം പറയേണ്ടതായിട്ട് വരും. അത് പക്ഷെ കേൾക്കുന്നവൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളൂ. എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഹിത പോയിക്കോളൂ. ഒരിക്കല് എൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാ. കഴിഞ്ഞ ദിവസം ഞാൻ അടിയുണ്ടാക്കിയ കലേഷിനറിയില്ലേ? അയാളുമായിട്ടാണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചത്. ഞാനെല്ലാം പറയാം. ശിവദാസ, അതെ, ആ വലിയ ലോറി പോയി. ഇവന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ നിൽക്കട്ടെ. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവനായിരിക്കും നോക്കി നടത്തുക. എനിക്ക് പ്രായമൊക്കെ ആയില്ലേ? ശരി മനോനെ. കലേഷേ, അച്ഛന്റെ സ്ഥാനം തന്നെയാ. ഒരു മാനേജർ എന്നല്ല, എന്റെ കൂടെപ്പിറപ്പാ. മനസ്സിലായല്ലോ? എനിക്കറിയാം. ഇവൻ എന്തൊക്കെ പുതിയ രീതി അറിയാമെന്നാ പറയുന്നേ. ബിസിനസ് ഒക്കെ പച്ചപിടിക്കാൻ ഇനി പിള്ളേര് വിചാരിച്ചാലേ നടക്കുള്ളൂ. മേനെ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. ആ, വേറെയും ചില സതുദ്ദേശങ്ങൾ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. കഴിക്കൂ. ദാസ, കലേഷിന് കല്യാണപ്രായമൊക്കെ ആയി. എനിക്ക് നീ എന്നും കൂടെ ഉണ്ടാകണമെന്നാ. അത് പിന്നെ ഉണ്ടാവുമല്ലോ. ഒരു തീരുമാനം ഞാനങ്ങ് പറയാം. ആ, എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാം. എന്താ? അത്ര വലിയ മോഹങ്ങളൊന്നും നമുക്കില്ല മേനോനെ. ഇതെന്റെ മാത്രം തീരുമാനം അല്ല. അവൻ ആദ്യമേ തന്നെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ, ഉറപ്പിക്കല്ലേ? മോളെ എവിടെ പോയതാ? ഞാൻ ക്ലാസ്സിന് പോയതിനു. ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അച്ഛൻ പറയും. ഇറങ്ങട്ടെ മോളെ. ഓ, ആ,
എന്താ കാര്യം? ആ മോളെ, ആ മേനോൻ വന്ന് എന്തിനെന്നറിയോ? മേനോന്റെ മോൻ കലേഷിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഓ അത് ശരി. നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? അച്ഛന് ഇഷ്ടാണോ? ഉം. എന്നാ എനക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം അവൾക്ക് എന്താ ഉള്ളത്? ഉം. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്ക് കിട്ടത്തില്ല ശ്രീലതേ. കലേശേ, ആ എന്താ ഇത്? ബിസിനസ് ആകുമ്പോൾ ഇങ്ങനത്തെ ചില കളികളൊക്കെ വേണം. അല്ലാതെ അച്ഛൻ ബിസിനസ് ചെയ്യണ പോലെ ചെയ്തിട്ട് എന്ന് രക്ഷപ്പെടാനാ? ഏയ്, നമുക്ക് ഈ വ്യാജമദ്യമൊന്നും വേണ്ട. അല്ലാതെ തന്നെ ബിസിനസ് ഉണ്ടല്ലോ. കേരളത്തിലെ ബാറെല്ലാം അടച്ചപ്പോൾ മാഹിലാണ് ഇപ്പോൾ നല്ല ഡിമാൻഡ്. ഈ അവസരം മുതലെടുക്കുന്നതാണ് ബുദ്ധി. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് കയറി പോയോണ്ടല്ലോ, നിസ്സാര ലാഭം. എനിക്കാണെങ്കിൽ എല്ലാ മേജർ ബ്രാൻഡും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. ഇതിനൊന്നും ഞാൻ കൂട്ടി നിൽക്കത്തില്ല. ബിസിനസ്സായ ഒരു സത്യസന്ധത വേണം. മദ്യത്തിൻ്റെ ബിസിനസ്സിലാണ് ഇതൊക്കെ ഞാൻ പഠിച്ചറിഞ്ഞിട്ട് ചെയ്യണതാ. നിസ്സാര ലാഭമല്ല ഞാൻ ഇതിന് ഉണ്ടാക്കാൻ പോണം. നിങ്ങളിത് കണ്ടില്ലെന്നങ്ങ് വെച്ചാൽ ഞാൻ എന്താ ഇപ്പൊ പറയുക? മക്കളുടെ കാര്യത്തിലാ ശിവദാസ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നു. ഇത് അവരുടെ കാലമാ, അവർ ജയിക്കട്ടെ. ഞാൻ പോവുക മേനോനെ. ഹാ, തന്റെ മോനെ ഞാൻ വിചാരിച്ചാൽ നന്നാക്കാനാവില്ല. ശിവദാസ, ഇതിന്റെ പേരില് നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യമൊന്നും മാറ്റണ്ട. ശ്രീലതേ, ഓ ശ്രീലതേ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? ആ നിക്കേ. നീ കുറച്ച് വെള്ളം ഗ്ലാസ് കൂടെ എടുക്ക. ഏട്ടൻ ജോലി പോയിന്ന് വിചാരിച്ച് ജീവിക്കാൻ വേറെ വക ഉണ്ടല്ലോ. നീ വെള്ളം ഗ്ലാസ് എടുക്ക. അച്ഛാ, 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 അച്ഛനെന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തിനാ പുതിയ ശീലല്ലോ? വേണമെന്ന് വെച്ചിട്ടല്ല, ജോലി പോയതിന് ശേഷം എല്ലാത്തിനോടും ഒരു മടുപ്പാ മോളെ. പോയതല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇപ്പോഴത്തെ പിള്ളേരുടെ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് പറ്റില്ല. മോളെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല. അച്ഛനെ ഇനിയും കുടിക്കാനല്ലേ? ഇല്ല മോളെ, ചെല്ല. ആ അമ്മയോട് എന്തേനോ? മോളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുടിയോണ്ട് മോളുടെ ഭാവി അമ്മയ്ക്ക് പേടി. പോട്ടമ്മ, സാരില്ല. എന്നാ ശരിയോ? സാരില്ല. അച്ഛാ, എങ്ങോട്ടാ? ആ മോളെ, അച്ഛാ, അല്ലേ വേണ്ട. ഞാൻ പോയിട്ട് വന്നിട്ട് നിന്റെ അടുത്ത് കുറച്ച് കാര്യം പറയാൻ. ശരി അച്ഛാ. വക്കീലെ, നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് ഇറക്കണം. മേനോനില്ലേ? ഇല്ല, അച്ഛൻ പുറത്തു പോയി. മോനെ, നീ ഞങ്ങളെ ജീവിതം തകർക്കരുത്. എൻ്റെ മോള് പാവാ. ഞാനൊരു കാര്യം ആഗ്രഹിച്ച, തീരുമാനിച്ച, അത് ഞാൻ നേടും. ഞാൻ എൻ്റെ മോളെ നിനക്ക് തന്നില്ലെങ്കിലോ? എടാ, നിന്നെ കുറിച്ചുള്ള ഇന്ന് അവളടുത്ത് പോയി ഞാൻ പറയും. എടാ, ഞാൻ എൻ്റെ മോളെ നിനക്ക് തരില്ല. നിന്നെ പോലെ ഒരുത്തരും എൻ്റെ മോളെ തരില്ല. ഇരന്ന് ചോദിച്ചാൽ ചിലത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ, അല്ലേ വക്കീലെ? അതെ, അത് പരമാർത്ഥം. കലേഷ് വേണ്ടത് ചെയ്തോളൂ, ഞാനുണ്ടല്ലോ കൂടെ.
നമ്മളെന്താ ഇവിടെ വീട്ടിലേക്ക് പോകാന്നല്ലേ പറഞ്ഞേ? ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോയില്ല, ഇവിടെ റൂം എടുത്താൽ സ്റ്റേ ചെയ്ത്. നമുക്ക് ഇവിടെ ഒന്ന് ഫ്രഷ് ആവാം, എന്നിട്ട് പോവാം. നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല ഇതാ, ഇനി ട്രാഫിക്കിലൂടെ വീട് വരെ പോകാൻ എനിക്ക് വയ്യ. വാ, നമുക്ക് പോയി പെട്ടെന്ന് ഫ്രഷ് ആവാം. നമ്മുടെ റൂമാടോ, വാ ഇരിക്ക്. എനിക്കെന്തോ നല്ല മൂഡ്. നമുക്ക് രണ്ടുപേർക്കും ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. നമുക്ക് പോവാം. ഏയ് പോവാം പ്ലീസ്. ഇതാ. പോവാം പ്ലീസ്, ലീവ് മീ. നിന്നോടൊരു കാര്യം പറഞ്ഞു നിനക്ക് കേട്ടാലെന്താ? ഞാൻ കേട്ടാമ്മൂടെ പെണ്ണാ നീ, പിന്നെ നിനക്കെന്താ ഇത്ര വാശി? നിന്റെ അച്ഛനെ പുറത്താക്കിയതും ഇതേ വാശി കൊണ്ടാ, കേട്ടല്ലോ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കേൾക്കണം നിനക്ക് നല്ലത്. എനിക്ക് പോകണം പ്ലീസ്. പോയിക്കോ, എൻ്റെ മൂഡ് തീർത്തിട്ട് പോയാൽ മതി. പ്ലീസ്. അല്ലെങ്കിൽ നിന്റെ അച്ഛനെ തീർത്ത പോലെ നിന്നെ ഞാനില്ലാണ്ട്. നിന്റെ അച്ഛൻ ആയുസ് കുറവ്, മദ്യം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ആക്സിഡന്റ്, അതും എൻ്റെ കൈ. മാനു, ഇതെല്ലാം തന്നെ ഞാൻ. കലേഷ് എവിടെ കണ്ടാലും എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഒരു രാത്രി ഓനെ വേണം പോലും. എൻ്റെ അച്ഛനെ കൊന്ന, എൻ്റെ ജീവിതം എങ്ങനെ ആക്കിയ ഒരാളെൻ്റെ പിറകെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ മാനുവിനെ? ഒറ്റ ലക്ഷ്യം എനക്കുള്ളൂ, ഓൻ്റെ നാശം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഇങ്ങനെയുള്ള എന്നെയാണോ മാനു വേണ്ടത്? എനിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിന്. പക്ഷേ ഇത്രയും വിഷമം ഉള്ളിൽ വെച്ചോണ്ടാ നിൽക്കുന്നെന്ന് എനിക്കറിയില്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു കയ്യകലത്തിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവും. ഇനി നമുക്ക് ഒരുമിച്ച് പോവാം മുന്നോട്ട്. ഇനി ഇറക്കി വെച്ച ഭാരമല്ല ഇപ്പോഴും നെഞ്ചില.